Rose. Hello, welcome to Aisha's Kitchen. Hello, welcome to Aisha's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് റെസിപ്പിയാണ്. മത്തനിലയിൽ വെച്ചിട്ട് മീൻ ദമ്മിടുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം. അതിനായിട്ട് നമ്മൾ താനൂർ കടപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്രഷ് മീൻ വാങ്ങിക്കാനായിട്ട് ഇവിടെ താനൂർ കടപ്പുറത്തേക്ക് വരാറുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ നേരിട്ട് നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റും. ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ടാണ് നമുക്ക് തരാറ്. അങ്ങനെ കുറച്ച് മീനായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ പുറത്ത് ഇവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് വിൽക്കുന്നവരുണ്ട്. അവരുടെ അടുത്തു നിന്നാണെങ്കിൽ കുറച്ച് മീനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മീൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചെറിയ അയില ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് വാങ്ങിച്ചത്. ഈ അയില, മത്തി ഇതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഞങ്ങളിങ്ങനെ കൊട്ടയിലൊന്നും വാങ്ങിക്കാറില്ല, കണ്ടാലും വാങ്ങിക്കാറില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ഈ താനൂർ കടപ്പുറത്ത് തന്നെ ചെമ്മീൻ ചാകരൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊട്ടയിലൊക്കെ ചെമ്മീൻ ഒരുപാടൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. ചെമ്മീൻ പിന്നെ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വരാനില്ലല്ലോ. ഞങ്ങൾ നാട്ടിലെത്തിയ ശേഷം വല്ലാണ്ട് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഈ കടപ്പുറത്തായ സമയത്ത് ഭയങ്കരമായിട്ട് മഴയുടെ ഒരു ചാൻസ് കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ചെറിയ അയില 1 കിലോ വാങ്ങിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയി. അന്ന് നന്നായിട്ട് മഴ പെയ്തും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. മത്തനിലയിൽ വെച്ചിട്ട് മീൻ ദമ്മിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഐഷാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര മഴ. അപ്പോൾ അന്ന് മീൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് മീൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു ഫിഷ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി മത്തൻ്റെ ഇല വേണം. അപ്പോൾ അതിനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്, മത്തൻ്റെ ഇല എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതെന്താ റോസു? പിന്നെ ഇത് ഹൈദരാബാദിൽ സെറ്റിൽഡായിട്ടുള്ള ഇക്കാടെ ബ്രദറിൻ്റെ വീടാണ്. 2 വീടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മത്തനില ഉള്ളത് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ കുട്ടികൾക്കും ഇക്കാക്കും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മത്തനില താളിച്ചതും മത്തനില കറിയൊക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മളിതെല്ലാം കൂടി കണ്ടപ്പോൾ ആകെ ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ മഴയൊക്കെ മാറിയ ശേഷമാണ് പിന്നെ ഞാൻ ഈ മീൻ റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ അല്പം ഉപ്പ്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഈ മസാല നല്ല ടൈറ്റായിട്ടുള്ള മസാല ആവണം, എന്നാലേ മീനിൽ നന്നായിട്ട് അത് പിടിക്കുകയുള്ളൂ. വല്ല ലൂസായിട്ടുണ്ടെങ്കിൽ മീനിൽ നന്നായിട്ട് കായം പിടിക്കില്ല. നമ്മളിവിടെ ഇതിന് കായം എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഞാൻ അയില, ചെറിയ അയിലയാണ്, അത് വാലോട് കൂടിയിട്ട് തലയോട് കൂടിയിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വരിഞ്ഞ് വെക്കുമാണ് കേട്ടോ. എന്നിട്ട് ഈ മസാല ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അയില കൊണ്ടോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ടോ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിലയാണ് ഇതിന് നല്ല ടേസ്റ്റ്. പണ്ട് മുതലേ അയില കൊണ്ടാണ് ഈ മത്തനിലയിൽ വറ്റിച്ചെടുക്കാറ്. പിന്നെ നമ്മളിതിപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നില്ലല്ലോ എണ്ണയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പം ആ മസാലയുടെ കുത്തുന്ന ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതിലൊക്കെ സാധാ വറ്റിച്ചെടുക്കുമ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കുത്തുന്ന ഫ്ലേവർ ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് നെയ്ച്ചട്ടി ഉണ്ടല്ലോ മണ്ണിൻ്റെ, അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ നല്ല ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വയ്ക്കാൻ പറ്റുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മത്തനില നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ആദ്യം ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മത്തനില ഒരു 2 എണ്ണം ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. എന്നാലേ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ട് അത് വറ്റി വരുള്ളൂ. അതിനായിട്ട് നമ്മളിതുപോലെ ചെറിയൊരു ഹോളാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ഹോളാക്കിയിട്ടില്ലെങ്കിൽ വെള്ളം ഒരുപാട് ഏറി വന്നിട്ട് നമ്മൾ മീൻ ഡ്രൈ ആയിട്ട് വരില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ 3 മീനും ഇതുപോലെ ഒരേ ഇതിൽ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാല ഇതേപോലെ മീനിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ടുള്ള മസാല ആയതുകൊണ്ട് വല്ലാണ്ട് കുത്തുന്ന ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഇനി കറിവേപ്പില ഇതിൻ്റെ മുകളിലിട്ടിട്ട് വേറൊരു മത്തനില കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ടാണ് ഞാൻ കുറേ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് പിന്നെ ആ കറിവേപ്പില കഴിക്കുകയും ചെയ്യാം. കറിവേപ്പില കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രൈ ആക്കാതെ കഴിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ കറിവേപ്പിലാണെങ്കിൽ ഇതുപോലെ മീനിലൊക്കെ ഒരുപാട് ഇട്ട് കൊടുത്താൽ മതി. വറ്റിച്ചെടുക്കുന്ന മീനിൽ കേട്ടോ, ഫ്രൈ ആക്കുന്നില്ലല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കറിവേപ്പില അങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വേറൊരു മത്തനില കൊണ്ട് ഇത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും വേണം. ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ്, നല്ല ചൂടുള്ള കനലിൽ വെച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല ചൂടായിട്ടുള്ള കനലുണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൗവിൽ വെക്കാം. അങ്ങനെ വരുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ദമ്മിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പില്ലാത്തവർക്ക് സ്റ്റൗവിൽ ചെയ്യാം, ദമ്മിടാതെ ചെയ്യാം. അപ്പം മുകൾ ഭാഗം വല്ലാണ്ട് ആയിട്ട് കുക്കായി കിട്ടില്ല. ഞാനൊരു 1-2 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് മുകളിലും ദമ്മിട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ദമ്മിട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ വരുമ്പോൾ മുകൾ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആവും, താഴ്ഭാഗം വല്ലാണ്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
അപ്പോൾ 2 മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് സൈഡിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. നേരെ മീനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, സൈഡിലൂടെ ഇലയുടെ താഴേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ കനൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം, അടപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാലേ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഒരേപോലെ കുക്കായി കിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കുറച്ച് നേരം വെച്ചാൽ. ഇതിപ്പോൾ ഓൾറെഡി താഴ്ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മുകൾ ഭാഗം ഡ്രൈ ആക്കാൻ വെച്ചിട്ടില്ല, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. നമുക്കറിയാമല്ലോ മീനിന് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മത്തനില വല്ലാണ്ട് ഡ്രൈ ആയി പോവും. നമ്മുടെ ഈ മീൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മത്തനിലയിൽ മീൻ വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും മസാല ഒന്നും കുക്കായിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇത് മത്തൻ്റെ ഇല കൂട്ടിയിട്ട് വേണം ഈ ഒരു മീൻ കഴിക്കാൻ കേട്ടോ. അപ്പോഴാ മത്തൻ്റെ ഇലയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ പച്ച വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവറും ആ മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം, ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ദമ്മിൽ എടുത്ത പാടന്നെ ഇത് കഴിക്കുന്നതായിരിക്കും ആ ഒരു ടേസ്റ്റ്. പിന്നെ അന്നത്തെ നമ്മുടെ ചോറിൻ്റെ കൂട്ടാനൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചോറും വെണ്ടയ്ക്ക അയില തേങ്ങരച്ച കറിയും പിന്നെ ചക്ക ഉപ്പേരിയും പിന്നെ പപ്പടം വറുത്തത്, കല്ലമന്തൽ വറുത്തത്, പിന്നെ മത്തനിൽ മീൻ വറ്റിച്ചെടുത്തത്, പിന്നെ അതുപോലെ ഉപ്പിലിട്ടിട്ടുള്ള ഇരുമ്പൻ പുളിയും കാന്താരിമുളകും കൂടി വരുതിയതും. പതുക്കെ കഴിക്കും.